ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 3 പ്രതികളുടെ ജാമ്യം ഇന്ന് ഹൈക്കോടതി നിഷേധിച്ചു. KS ബൈജുവിൻ്റെയും N വാസുവിൻ്റെയും മുരാരി ബാബുവിൻ്റെയും ജാമ്യം അപേക്ഷയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ തള്ളിയത്. അവരുടെ മെയിൻ ഒരു വാദഗതി, ഈ സ്വർണം പൂശിയതിന് തെളിവില്ല. 1998 കാലഘട്ടത്തിൽ വിജയമല്യ പൂശിയ സ്വർണത്തിന് തെളിവില്ല എന്നാണ് അവരുടെ മെയിൻ വാദഗതി. അതൊരു നല്ല വാദഗതിയാണ് ഉപയോഗിച്ച് അവർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. കാരണം ആ സ്വർണം പൂശിയ അതിനെ പറ്റിയുള്ള റെക്കോർഡുകൾ ഇവർ നശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നേരത്തെ അതിലൊരു മഹസർ അതിൻ്റെ കാണാനില്ലാതെ വന്ന് അത് ദേവസ്വം ബോർഡിനകത്ത് ഇല്ലാതെ വന്നപ്പോൾ അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ അവിടെ പതുക്കി വച്ചിരിക്കുന്നത് 2-3 ദിവസത്തെ ശ്രമത്തിൻ്റെ ഫലമായി SIT കണ്ടെടുത്തിട്ടുണ്ട്. ശബരിമലയിൽ 98 ശേഷം കാലാകാലത്ത് വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് മെമ്പർമാരും ഈ മോഷണം നടത്താനുള്ള പ്രചോദനം തുടക്കത്തിലെ വിജയമല്യ കൊടുത്ത 30 കിലോ സ്വർണത്തിൻ്റെ അതിൻ്റെ രേഖകൾ അവർ നശിപ്പിച്ചു കഴിഞ്ഞ് കാണും, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒതുക്കം ചെയ്തിട്ടുണ്ടാവും. ആ ധൈര്യത്തിലാണ് തുടർച്ചയായി വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ധാരവാലക ശില്പത്തിലെ സ്വർണം നമുക്ക് 1565 ഗ്രാം അടിച്ചു മാറ്റി, കട്ടിളപ്പാറയിലെ 2520 ഗ്രാം സ്വർണം അടിച്ചു മാറ്റി, ശ്രീകോവിലിൻ്റെ ചുറ്റുമുള്ള പാളിയിലെ 4303 ഗ്രാം സ്വർണം അടിച്ചു മാറ്റി. ഇതുവരെ മൊത്തം 8387 ഗ്രാം കടത്തി എന്ന് പറഞ്ഞാൽ 8.5 കോടി മുതൽ 10 കോടി രൂപ വരെ വിലയുള്ള സ്വർണം കടത്തിയെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അത്ര മിനിമം കടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴവർ പറയുന്നത് 30 കിലോ സ്വർണം പൂശിയതിന് തെളിവില്ല എന്ന്. അതിന് തെളിവിൻ്റെ ആവശ്യമില്ല. ആ രേഖ അങ്ങ് അപ്രത്യക്ഷമായിക്കോട്ടെ, പക്ഷെ അത് പൂശിയവർ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ പൂശിയത്തിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത ആൾക്കാരുണ്ട്, അതിനകത്ത് ജോലിക്കാരുണ്ട്. ശബരിമലയിൽ അന്നത്തെ കാലത്ത് നിത്യമായിട്ട് സ്വർണ്ണപ്പണി അവിടെ ചെയ്യുന്നവരും അതിൽ ഭാഗഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റെക്കോർഡിൻ്റെ ആവശ്യമില്ല. അവിടെ പൂശിയെന്നുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. SIT അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം. ഇതുവരെ ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുരാരി ബാബു, സുദേശ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ, KS ബൈജു തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന വാസു, പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ, അങ്ങനെ ഇപ്പം ഒരാളെയും കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 7ാമത്തെ ആൾ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഇനി ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തേണ്ടി വരും. ജയശ്രീ അറസ്റ്റ് തനിക്ക് വൃക്കയ്ക്ക് അസുഖമാണ്, തനിക്ക് അസുഖക്കാരിയാണ്, അതുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്താൽ താൻ ജയിലിൽ വെച്ച് തനിക്ക് അപകടം ഉണ്ടാവും എന്നൊക്കെ അവർ ഭയപ്പെട്ടു. തീർച്ചയായിട്ടും അവർക്ക് ഇത് വൃക്ക സംബന്ധമായ ഓപ്പറേഷൻ കണ്ട് നടത്തിയിട്ടുണ്ട്, അവർക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ട് ഒക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കേസിനെ അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവർ കേരള ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പോയി, ഇവിടുത്തെ ജില്ലാ കോടതിയിൽ പോയി കൊടുത്തില്ല, കേരള ഹൈക്കോടതിയിൽ പോയി കൊടുത്തില്ല. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം അവർക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് ലഭിച്ചു. അതേസമയത്ത് ജനുവരി 8, ജനുവരി 9 തീയതികളിൽ SIT മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടത്. കാരണം ഈ റെക്കോർഡുകളുടെയൊക്കെ കസ്റ്റോഡിയനായിട്ട്, കാരണം കഴിഞ്ഞൊരു പ്രാവശ്യം അവിടെ ഉള്ള ഒരു രേഖ അത് കാണാതെ വന്നപ്പം അവരിരിക്കുന്ന ഓഫീസിൻ്റെ അവിടെ ചീഫ് എഞ്ചിനീയർമാരുടെ അവരുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് അത് കണ്ടെടുക്കുകയുണ്ടായി. അതുകൊണ്ട് ആ വിവരം അവരോട് ചോദിക്കണം. ആ 2 രേഖകൾ ഇപ്പം വിജയമല്യ പൂശി എന്ന് പറയുന്ന അന്നത്തെ ആ മഹസർ, അന്നത്തെ റെക്കോർഡുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ എവിടെയാണ് ഇരിക്കുന്നത് അത് ഇവർ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന അവരെ ഒഴിവാക്കാൻ SITക്ക് കഴിയില്ല. അവർ ജാമ്യത്തിൽ പോകുന്ന പോട്ടെ, അതിന് തടസ്സമില്ല എനിക്കും SITക്ക് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആരോഗ്യസ്ഥിതി അവരുടെ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ റിമാൻഡ് ചെയ്യാൻ പാടില്ല. അവരെ
അന്വേഷണത്തോട് സഹകരിക്കട്ടെ, അത് തന്നെയാണ് സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരെ 8-9 തീയതികളിൽ ജനുവരിയിൽ ചോദ്യം ചെയ്യുമ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. SIT ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന 7ാം പ്രതിയെയും കൂടെ അറസ്റ്റ് ചെയ്തു. അവരാകുമ്പോൾ 8ാം പ്രതി. ഇനിയും വളരെയധികം ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് വരേണ്ടി വരും. ഈ 3 പേരുടെ ജാമ്യം ഇപ്പം തള്ളി. പത്മകുമാറിൻ്റെ ജാമ്യം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വളരെയധികം മുന്നോട്ട് ഇവർക്ക് പോകേണ്ടിയിരിക്കുന്നു. വിദേശത്തെ ഈ സാധനം കടത്തി, സ്വർണ്ണപ്പാളികളും ധാരവാല ശില്പത്തിൻ്റെ പാളിയൊക്കെ കടത്തി അതിന് 500 കോടി രൂപ വരെ വില വരും എന്നൊക്കെ ആൾക്കാർ പറയുകയും അങ്ങനെ ഒരു വിവരം തനിക്ക് ലഭിച്ചു എന്ന് കോൺഗ്രസിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല പ്രസ്താവിക്കുകയുണ്ടായി. രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെൻറ്റ് SIT രേഖപ്പെടുത്തി. ഒരു വിദേശ മലയാളിയാണ് ആ വിവരം തൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിവരങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിരുന്ന ഒരു കാര്യം വ്യക്തമായി. ആരോ അദ്ദേഹത്തിനെ സമീപിച്ചിരിക്കുന്നു വിദേശത്ത് കടത്താനായിട്ട്. അതിന് വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ്. അത് ശബരിമല ദേവൻ്റെ ആ വിഗ്രഹത്തിൽ പൊതിഞ്ഞ ധാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ ആ പാളികൾക്ക് വലിയ മാർക്കറ്റ് വാല്യൂ ഉണ്ട് വേൾഡ് പുരാവസ്തുവിൽ. അതുകൊണ്ട് അവിടെ ഒരു ദിവസമെങ്കിലും അത് പൂശിയതാണെങ്കിൽ അതിനും വലിയ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ആ വിവരം SIT അന്വേഷിക്കും. അതിൻ്റെ എവിടം വരെ അന്വേഷണം എത്തും എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇനി ഈ കേസിനകത്ത് ധാരാളം ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനുണ്ട്, ഹയർ ലെവലിലും ലോവർ ലെവലിലും. കാരണം സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത് അത് മുഴുവൻ റിക്കവർ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ 4 ആഴ്ച സമയം കൊടുത്തതും തീരാറാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ടുള്ള നടപടികൾ ചോദ്യം ചെയ്യാനുള്ളവരെ കഴിഞ്ഞ് ചോദ്യം ചെയ്യണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ, മുൻ പ്രസിഡന്റുമാരെയൊക്കെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. തന്നെയുമല്ല, വിജിലൻസ് ആംഗിളിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ പല ആൾക്കാരും ഈ സ്വർണം വിറ്റ് കിട്ടിയതിൻ്റെ പണത്തിൻ്റെ ഷെയർ കൈപ്പറ്റിയിട്ടുണ്ട്. അവരെ പലരെയും പ്രതിയാക്കേണ്ടി വരുന്നുണ്ട്. ആർക്കൊക്കെയാണ് ആ പണം ലഭിച്ചത്, എങ്ങനെയാണ് പണം ലഭിച്ചത്, ക്യാഷായിട്ട് കൊടുക്കുകയായിരുന്നു, അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുകയായിരുന്നു, അതോ അവരുടെ ബിനാമി അക്കൗണ്ടിൽ കൊടുക്കുകയാണെന്നുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും പത്മകുമാറിൻ്റെ ജാമ്യം ഹൈക്കോടതി പരിഗണിക്കുന്നു. ഈ കേസിൻ്റെ ഒരു പകുതി വരെ അന്വേഷണം എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് റിമാൻഡ് ചെയ്ത പ്രതികളെയൊക്കെ പുറത്തുവിടുന്ന അപകടകരമാണ്. കാരണം അത് തെളിവ് നശിപ്പിക്കാനും ഒക്കെ കൂട്ടുനിൽക്കും. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഒന്നും പോകാതിരിക്കാൻ അവരെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് ആക്കുന്നതാണ് ഉചിതം.